ഇങ്ങനെയൊക്കെ ഇത് അയച്ചു തന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല സുരേഷേ, ഒരു പ്രയോജനമില്ല. 145 കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അത് നിങ്ങൾക്കിതൊന്നും അറിയില്ല അല്ലേ? 145 കോടി ജനങ്ങളാണ്. സ്വാതന്ത്ര്യം കിട്ടി 65 വർഷം കഴിഞ്ഞിട്ടും ഈ കേരളം എന്ന് പറഞ്ഞ പ്രബുദ്ധ കേരളത്തിൽ അതിദാരിദ്ര്യം ഉണ്ടെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതിദാരിദ്ര്യം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതിദാരിദ്ര്യം. 65 കൊല്ലം മാറി മാറി ഒലത്തിയിട്ട് എന്തായി? ഇവിടെ ഭക്ഷണം കൊടുക്കണമെന്നൊരു ഗവൺമെന്റ് ആലോചിച്ചിരുന്നോ? ഇവിടെ ഗ്യാസ് കൊടുക്കണമെന്ന് ആലോചിച്ചിരുന്നോ? ഇവിടെ വെള്ളം കൊടുക്കണമെന്ന് ആലോചിച്ചിരുന്നോ? ഇവിടെ വീട് കൊടുക്കാൻ അച്യുതമനാണ്, എം.എൻ. ഗോവിന്ദൻ നായരും അച്യുതമനും കൂടിയാണ് പണ്ട് 1,00,000 വീട് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടാക്കിയത്. അതല്ലാതെ ഇവിടെ ആരെങ്കിലും തീരുമാനിച്ചോ വീട് കൊടുക്കണം എന്നുള്ളത്? അതൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ എത്ര നായ്ക്കൾ കിടന്ന് കുരച്ചാലും, എത്ര നായ്ക്കൾ എവിടെയെല്ലാം കിടന്ന് കുരച്ചാലും നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയില്ല സാർ. നിങ്ങൾക്ക് യോഗി ആദിത്യനാഥിനെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഭാര്യ വന്ന് റേപ്പ് ചെയ്ത് പോയവനെ വെടിവെച്ച് കൊന്ന് അവന്റെ വീട് JCB അടിച്ച് തകർക്കാൻ ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ശരി. എന്താ നിങ്ങൾക്ക് ഒന്നും കാണാനും അറിയാനും പോകാത്തത്? നമ്മൾ കേരളത്തിന്റെ ഇങ്ങനെ അറ്റത്തിരുന്നുകൊണ്ട് ഇതൊക്കെ കണ്ട് കൈയടിച്ച് ചിരിക്കുകയാണ്. നമ്മൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. EMS നമ്പൂതിരിപ്പാടിനെ അറിയാലോ അല്ലെ? ഈ നമ്പൂതിരിപ്പാട് മലപ്പുറത്ത് നിന്ന് വീട് വിട്ട് ഓടി പോയത് 1921 മാപ്പിള ലഹള ഉണ്ടായപ്പോഴാണ്. എന്താണ് മാപ്പിള ലഹള? അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. പാവപ്പെട്ട ബ്രാഹ്മണരെയും ഹിന്ദുക്കളെയും മുഴുവനും മറ്റേ ലിംഗം ഛേദിച്ചു കളഞ്ഞ് മുസ്ലിങ്ങളാക്കിയ ഒരു വിപ്ലവമായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? ആ തുർക്കിയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം. അത് വലിയ വിശേഷങ്ങളാണ്. അത് നമ്മളൊരുമിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഈ അളിഞ്ഞ വീഡിയോസ് ഒന്നും അയച്ചിട്ട് എന്നെ തോപ്പിക്കാന്ന് കരുതണം. നിങ്ങളിപ്പോൾ ആ ഒരു മോഡിലോട്ട് മാറിയിട്ടുണ്ട്. എന്നെ തോപ്പിക്കാന്നൊരു മോഡിലോട്ട് മാറി. ഇല്ല മാഷേ, 10,000 വീഡിയോ എനിക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയും. ഇന്ത്യയുടെ കുതിപ്പിനെ കാണിക്കുന്നവ കേട്ടോ. ടെസ്ല വരികയാണ് ഇന്ത്യയിലേക്ക്. അറിയാമോ എന്താണ് ടെസ്ല എന്ന്? ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ കമ്പനിയാണ്. 5 വർഷത്തിനുള്ളിൽ, 5 അല്ലെങ്കിൽ മാക്സിമം 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് ഡീസലും പെട്രോളും ഒഴിവാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഇവിടെ സൗരോർജം കൊണ്ട് ഓടുന്ന കാറുകൾ ഉണ്ടാകും, ട്രെയിനുകൾ ഉണ്ടാകും, വിമാനങ്ങൾ ഉണ്ടാകും. ഇതൊന്നും നമുക്ക് പരിചയമില്ല സുരേഷ്. ഇതൊന്നും കേൾക്കാൻ പോലും നമുക്ക് ഇഷ്ടമില്ല. കാരണം ഇതൊക്കെ അമേരിക്കയുടേതാ, ഇതൊക്കെ ജർമ്മനിയുടേതാ, ഇതൊക്കെ ഇറ്റലിയുടേതാ. അവരൊക്കെ ഭയങ്കര സംഗതികളാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വളിവിട്ടുകൊണ്ടിരിക്കാനല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടായിരുന്നില്ല. ഇടതിനും വലതിനും മാറി മാറി ഒലത്തി നമ്മുടെ ആത്മധൈര്യം മുഴുവൻ ചോർത്തി. അപ്പൊ ഇനിയെങ്കിലും അതൊന്നും മാറ്റാൻ ശ്രമിക്കൂ. ഒരു പുല്ല് വീഡിയോയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ആൻസർ തരികയില്ല. നിങ്ങളിപ്പോൾ എഴുതിയല്ലോ അതിനിടെ ആൻസർ ഫോർ ദിസ് വീഡിയോ എന്നുള്ളത്. യു ഓപ്പൺ അപ്പ് ആൻഡ് റീഡ് ലിറ്റിൽ പോസിറ്റീവ് തിങ്സ് ഓൺ ഇന്ത്യ. അതാണ് എൻ്റെ മറുപടി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗാന്ധിയെ കൊന്നത് ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടിപ്പോകുന്നു കരുതിയോ? ഇല്ല മാഷേ, ഗാന്ധിയെ കൊന്നതും ഗാന്ധി എന്ന് പറയുന്ന ഒരു നരാധമനായിരുന്നു എന്നുള്ളതും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എത്രയോ കാലമായിട്ട് എഴുതുന്നു. വൈക്കം സത്യാഗ്രഹത്തെ തോൽപ്പിച്ചത് കൊണ്ട് മാത്രം ഗാന്ധി വളരെ വലിയ വില്ലനാണ്. ശ്രീനാരായണ ഗുരുവിനെ തീയന്മാരുടെ ഗുരു എന്ന് വിളിച്ചത് എടുത്ത് വെച്ചാണ് മഹാത്മാഗാന്ധി അധമനാണെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അധമനാണ്, സംശയമൊന്നും വേണ്ട. ഞാൻ അങ്ങോട്ടൊരു 10,000 ചോദ്യം നിങ്ങളോട് ചോദിക്കും. 2,000 പേരെ നിന്ന നിൽപ്പിൽ ജാലിയൻ വാലാബാഗിൽ വെടിവെച്ച് കൊന്നിട്ട് മഹാത്മാഗാന്ധി എന്താണ് ചെയ്തത്? 19 വയസ്സുള്ള ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ ലോകത്തെ സകല രാഷ്ട്ര നേതാക്കന്മാരും ആവശ്യപ്പെട്ട് തൂക്കിക്കൊല്ലരുതെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോടും ബ്രിട്ടീഷ് രാജ്ഞിയോടും അവരെന്താ പറഞ്ഞെന്നറിയോ? ഒരൊറ്റയാളിന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ. അയാൾ വിളിച്ചില്ല, ആ പയ്യനെ തൂക്കിക്കൊന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് പറഞ്ഞത്, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന്. 10 ലക്ഷം ബ്രിട്ടീഷുകാരേ ഉള്ളൂ ഗാന്ധി ഇന്ത്യയിൽ. നമ്മൾ 60 കോടിയുണ്ട്. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനിങ്ങനെ പട്ടിണി കിടക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് സുഭാഷിനോട് നീ കോൺഗ്രസ് ഇന്ന് രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മറുപടികൾ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ 145 കോടി ജനങ്ങൾ, അവസാനത്തെ ജനത്തിന്റെയും പട്ടിണി അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളും ഞാനും ജീവിച്ചിരിക്കെ തന്നെ കാണാൻ പറ്റും. അത് ഞാൻ പറയുന്നു നിങ്ങളോട്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി കേട്ടോ. അല്ലാതെ പഴയ മറ്റേ 1963 പെട്രോളിന് 9 രൂപയായിരുന്നു എന്ന് പറഞ്ഞത് പൊക്കി പിടിച്ചോണ്ട് വരരുത്. ഇനി ഒരു ചോദ്യം കൂടെ താൻ ചോദിക്കും. എന്താണെന്നറിയോ? ഗ്യാസിന് ഇപ്പൊ എന്താണ് വില? ഞാൻ ഗ്യാസിന് കഴിഞ്ഞ മാസം അടച്ചത് 985 രൂപ. ഗ്യാസിന് 2014 എത്രയായിരുന്നു? 630 രൂപ. ഇപ്പോ 915 രൂപ. 50% കൂടിയിട്ടുണ്ട് അല്ലേ? എൻ്റെ 2014 ശമ്പളം 15,000 രൂപയായിരുന്നു. ഇപ്പൊ എൻ്റെ ശമ്പളം 1,12,000 രൂപയാണ്. ഏതാണ്ട് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ശമ്പളം.
സകല രംഗത്തും ശമ്പളം വർദ്ധിച്ചിട്ടുണ്ട്. ഡെയിലി വേജസിൽ വന്നുകൊണ്ടിരുന്ന ഒരു തൂമ്പാക്കാരന് ഞാൻ നാട്ടിൽ കൊടുത്തിരുന്നത് 300 രൂപയാണ് 2014. ഇപ്പൊ കൊടുക്കുന്നത് 1300. ഇത്ര മടങ്ങാണ് വർദ്ധിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഗ്യാസിന്റെ വില കേൾക്കുമ്പോൾ ഭയങ്കര മറ്റേ കഴപ്പങ്ങോട്ട് ഇളകുകയാണ്. ബാക്കി സകല സാധനങ്ങളുടെ വില ഒന്ന് എടുത്തു നോക്കൂ. പരിപ്പിന് എത്രയാണ് വർദ്ധിച്ചെന്നറിയോ? ഏതാണ്ട് 9 രൂപ 18 പൈസ കിടന്ന പരിപ്പിന് ഇപ്പോൾ 63 രൂപയോളമാണ്. ഇതൊന്നും വില കൂടുതലല്ല. ഗ്യാസിന് വില കൂടിയാൽ, പെട്രോളിന് വില കൂടിയാൽ ഹൂ എന്താ കാര്യം? അത് മോദി അല്ല അത് നിയന്ത്രിക്കുന്നത്. ഈ കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്ത അധികാരം വെച്ചുകൊണ്ടാണ് പെട്രോൾ കമ്പനികൾ അത് തീരുമാനിക്കുന്നത്. അവിടെ നിന്ന് പുറത്തോട്ട് പോവുക അത്ര എളുപ്പമല്ല. നിങ്ങൾ പറയും പോലെ ഇയാൾ കയറുന്നുണ്ടാ പെട്രോളിന്റെ വില കുറയ്ക്കടാ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കാനൊന്നും പറ്റില്ല. അവരൊക്കെ കൂടെ ചാടി സുപ്രീം കോടതി പോകും. അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ആചന്ദ്രതാരം നിങ്ങൾ തീരുമാനിച്ചോളാൻ. അതിന് ഭരണഘടന മാറ്റണം. ആ ഭരണഘടന മാറ്റാനാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ 407 സീറ്റുകൾ നേടി നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുന്നത്.